മണിയൻപിള്ള രാജു ഓടിച്ച കാർ ഇടിച്ച് രണ്ടുപേർക്ക് പരിക്ക് പറ്റിയത് ഇന്നലെ കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയാണ്. അതിലെ വീഡിയോ ദൃശ്യം പല പ്രാവശ്യം എത്രയോ സമയം, എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ സമയം മാധ്യമങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നത് അതാണ്. അത് കണ്ടാൽ നമ്മൾക്കറിയാം, അതിൽ ഈ അപകടം ഉണ്ടാകുമ്പോൾ അപകടത്തിൽ പരക്ക് പറ്റുന്ന ആൾക്കും അപകടത്തിൽ പരക്ക് പറ്റാതെ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയുന്ന അക്യൂസഡിനും രണ്ടുപേർക്കും ഒരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഉണ്ട്. രണ്ടുപേർ കൂട്ടരുടെയും തെറ്റുകൊണ്ട് വരുന്നതാണ് പലപ്പോഴും ഒരു അപകടം. പൂർണ്ണമായും 100% വരുന്ന അപകടങ്ങളുണ്ട് ഒരു ഭാഗത്ത് തന്നെ. ഇപ്പൊ റോഡ് സൈഡിൽ ഫുട്പാത്തിൽ കൂടി ഒരാൾ നടന്നു പോകുന്നു, ആളുടെ മുകളിലേക്ക് ഒരു കാറോ ലോറിയോ ഒക്കെ ഇടിച്ചു കയറുന്നത് 100% അവരുടെ തെറ്റുകൊണ്ടാണ്. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയ ആ അപകടത്തിൽ നമുക്ക് നോക്കിയാലറിയാം, ഒരു കാറ് പുറത്തു വരുന്നു, ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്തു വരുന്നു, അത് റോഡിന്റെ പകുതി എത്തിയിട്ടും ഒരു 90-100 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു ബൈക്ക് അതിന്റെ മുൻഭാഗത്ത് വന്ന് തട്ടി തെറിച്ചു വീഴുന്നു. ആ അപകടം ഉണ്ടാക്കിയതിന് 80% ഉത്തരവാദി അതിൽ പരിക്കേറ്റ ബൈക്കിൽ വന്നവരാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. 20% ഉത്തരവാദിത്തമേ അതിൽ കാർ ഓടിച്ചിരുന്ന അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ട നടപടി, ഒരു കേസ് കൂടി ഇതിൽ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ എടുത്ത കേസിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ എവിടെ നിന്ന് ഇവർ വന്നു, അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഇവരവിടെ വന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഒന്ന് നോക്കിയിട്ട് ആ ഭാഗം കൂടി അത് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. കാരണം അവർ ദയ അർഹിക്കുന്നവരല്ല. അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ വിക്ടിം ചമയൽ അത് ശരിയല്ല. അവർ 50 കിലോമീറ്റർ സ്പീഡാണ് ഈ കാറുകൾക്കെല്ലാം സിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്, ബൈക്കുകൾക്ക് അതിന് താഴെയാണ്. എങ്ങനെയാണ് ഇവരൊരു 90-100 കിലോമീറ്റർ കാണാവുന്ന സ്പീഡിൽ വരുന്നത്? എത്ര വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്താണ് അവർ വരുന്നത്? അപ്പോൾ അത് മരണത്തിലേക്ക് ചെന്ന് ചാടുന്ന പോലെയുള്ള സ്പീഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ദൈവം അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ്. പക്ഷേ ഇന്നലെ ആ വീഡിയോയിൽ കണ്ടതനുസരിച്ച് ആ പരിക്ക് പറ്റിയ രണ്ടുപേരും പ്രത്യേകിച്ച് ആ വാഹനം ഓടിച്ചിരുന്നയാൾ യാതൊരു ദയവും പ്രത്യേകിച്ച് അർഹിക്കുന്നവരല്ല. അവരെയും നിയമപരമായ നടപടികൾക്ക് വിധേയരാക്കേണ്ടതാണ്. കാരണം ഈ രീതിയിൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല, ഒരു വാഹനവും ഓടിക്കാൻ പാടില്ല. മണിയൻപിള്ള രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ നിർത്തി അത് തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അപകടത്തിന് 80% ഉത്തരവാദിത്തവും ആ ബൈക്കിൽ വന്നവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പേരിലും ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും, ഇങ്ങനെ അപകടം ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് പരിക്ക് പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ വിക്ടിം ആയിട്ട്, ഇരയായിട്ട് കണക്കാക്കുന്ന ആ സ്വഭാവം നമ്മൾ മാറ്റി കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എത്രയാണെന്ന് നോക്കി അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. അങ്ങനെയല്ലാതെ ഇത്തരം അപകടങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൂടി പോലീസ് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.